എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് ലീവായിരുന്നു. വ്യാഴാഴ്ചത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റാണ് ഇവിടെ നിഫ്റ്റിയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നിഫ്റ്റി ബുധനാഴ്ചത്തെ ക്ലോസിങ് വെച്ചിട്ട് കുറച്ച് പ്ലസ്സിൽ പോയി, പക്ഷേങ്കിൽ അവിടുന്ന് നല്ല രീതിയിലൊരു ഇറക്കം വന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഈ ബ്ലാക്ക് കളറിൽ കിടക്കുന്ന ലൈൻ എന്ന് പറയുന്ന പ്രീവിയസ് ഡേ, അതായത് ബുധനാഴ്ചത്തെ ലോ ആണ് ഇത്. അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തു. ആ ദിവസം ഫുൾ ഡേയിൽ ആ റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു, 4 പ്രാവശ്യം വന്നു, ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ മുകളിൽ കയറിപ്പോകും തിരിച്ച്. അപ്പോൾ നമ്മൾ ഡേ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അതിനകത്ത് ഇവിടുന്ന് ചിലപ്പോൾ കുറച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ഡേ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഡേ ചാർട്ടിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതുണ്ട്. ഇവിടെ ഒരു ഈ മോർണിംഗ് സ്റ്റാർ ഫോം ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ 2 ക്യാൻഡിൽ നാളത്തെ ഒരു ക്യാൻഡിലൂടെ വരുമ്പോൾ അറിയാം. നാളത്തെ ക്യാൻഡിലൊരു മോർണിംഗ് സ്റ്റാറിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ, അതായത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം, ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാറിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ മാർക്കറ്റ് കുറച്ച് അപ്പിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. നാളത്തെ ഒരു ചിലപ്പോൾ ഇവിടെ താഴെ ഒരു ഓപ്പണിംഗ് വന്നിട്ട് നേരെ കയറി ഈ ക്യാൻഡിലിൻ്റെ പകുതി കൂടുതൽ ക്ലോസ് ചെയ്യണമെന്നാണ് മോർണിംഗ് സ്റ്റാറിൻ്റെ ഒരു റൂള്. അങ്ങനെ ഈ വലിയ ക്യാൻഡിലിൻ്റെ പകുതി കൂടുതൽ മുകളിലായിട്ട് ക്ലോസ് ചെയ്തെങ്കിൽ ഒരു അപ് ട്രെൻഡ് ഒരു കുറച്ച് ദിവസത്തേന് അറ്റ്ലീസ്റ്റ് ഈ റേഞ്ചിലോട്ടെങ്കിലും ഒരു 24,300-400 റേഞ്ചിലോട്ടൊക്കെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ മൊത്തത്തിൽ മാർക്കറ്റ് ഇപ്പോഴും ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. നമ്മുടെ മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിൽ വീണിട്ടുണ്ട്. നോർമൽ ഏത് മാർക്കറ്റ് ആണെങ്കിലും 10% കറക്ഷൻ വന്നാൽ അത് ബിയറിഷ് ട്രെൻഡിലായി എന്നാണ്. ഇടയ്ക്ക് അപ് ട്രെൻഡ് കിട്ടുമെങ്കിലും അതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ച് ഇറങ്ങി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇപ്പോൾ ഒരു ബൗൺസ് ബാക്കി കിട്ടിയാൽ പോലും വലിയ കയറ്റമൊന്നും കയറത്തില്ല. കുറച്ച് ഒരു ഇപ്പോൾ 23,850 എന്നാലും 24,500 24,600 റേഞ്ചിലോട്ട് കയറിയിട്ട് ചിലപ്പോൾ വീണ്ടും തിരിച്ച് ഇറങ്ങാം. അപ്പോൾ പക്ഷേ ഈ ഒരു കയറ്റത്തിൽ നമുക്ക് ചില ഷെയർസിനകത്തൊക്കെ നല്ല ചാൻസുകൾ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഡേ ചാർട്ടിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം, ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ്, അതിനുശേഷം സെൻട്രൽ പിവോട്ടയിൽ അതിന് മുകളിൽ ട്രേഡായിട്ട് തിരിച്ച് നേരെ ഇറങ്ങണം. പക്ഷേ പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്തില്ല. അതിനുശേഷം അതിനടുത്ത് വരെ വന്നിട്ട് ഫുൾ ഡേ ഇപ്പോൾ വീക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് നിൽക്കും. പല പ്രാവശ്യം കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ പോവുകയോ ചെയ്തതിന്, പക്ഷേ വീക്കല്ല. അപ്പോൾ നാളെ ഈ അടുത്ത ഒരു 3-4 ദിവസത്തിന് ചിലപ്പോൾ ഇച്ചിരി നല്ല മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ഷെയറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ആ ഷെയറുകൾ ജസ്റ്റ് നോക്കാം. നമ്മളെടുത്തിരുന്ന 9 ഷെയർ, ഈ ഷെയറിനകത്ത് നമുക്ക് ഞാൻ ഈ ഭാരതി ഹെക്സ് എന്ന് പറയുന്ന ഷെയർ ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഷെയർ, പക്ഷേ അത് ഹൈ കട്ട് ചെയ്തില്ല. ഇതിനകത്ത് ആസ്റ്റഡിയം മാത്രം ഇറങ്ങി തന്നു. പക്ഷേ അത് വലിയ ഇറങ്ങി. ഇപ്പം 430 തലേ ദിവസത്തെ ഈ 30-10 താഴെ പോയാൽ കുറച്ച് ഇറങ്ങാമെന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഇത് 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തത്. 3 മണി കട്ട് ചെയ്ത് 3 രൂപ എങ്ങാണ്ട് താഴെ പോയി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ പോയിട്ടില്ല. നമ്മൾ നോർമൽ CPR സ്ട്രാറ്റജി ചെയ്യുന്ന ഷെയർസ് ഇതാണ്. ഇതിനകത്ത് സ്വിഗ്ഗി, ദേവൈറ്റി, പിന്നെ AVL എന്ന് പറയുന്ന ഷെയർ, ആൽക്കം, ഇത്രയും ഷെയറിനകത്ത് നല്ല ചാൻസ്, നല്ല ഒന്നാന്തരം ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ആ ഒരു 4-5 ഷെയർ നമുക്ക് നോക്കാം. സ്വിഗ്ഗി എന്ന് പറയുന്ന ഷെയർ, ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിംഗ് വന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 കയറി പോയിട്ട് കട്ട് ചെയ്ത് R1 താഴോട്ട് കട്ട് ചെയ്ത് നമ്മളെന്തോ ചെയ്യും, നോർമൽ ആ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകണേ പോക്കോട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യും. R1 കയറിയിട്ട് മുകളിലോട്ട് വീണ്ടും പോവുകയാണെ പൊക്കോട്ടെ, നമ്മളപ്പോൾ ഒന്ന് എൻട്രി എടുക്കുന്നത്. നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. നമ്മളെപ്പോൾ ഇപ്പോൾ ഒരു ലെവൽ, ഇപ്പോൾ R1, R2, R3, R4 ഈ ഏത് ലെവലിൽ കയറിപ്പോയാലും നമുക്ക് വിഷയമല്ല. പക്ഷേങ്കിൽ ഏത് ലെവലിൽ നിന്നാണ് ഫസ്റ്റ് റിവേഴ്സ് ആകുന്നത് അവിടെ നമുക്ക്
എൻട്രിയാണ്. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ നോക്കുന്നത് R1 പോകുന്നുണ്ടോ നോക്കും, അതല്ല ഈ പ്രീവിയസ് ഡേ ഹൈ താഴോട്ട് പോകുന്നുണ്ടോ നോക്കും. ഇവിടെ സംഭവിച്ചത് R1 മുകളിൽ പോയി. R1 മുകളിൽ പോയിട്ട് നേരെ തിരിച്ച് R2 പോകാതെ R1 താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഫസ്റ്റ് റിവേഴ്സ് ആവുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും, ഇവിടെ സെല് ചെയ്യും. നമ്മൾ 483 അല്ല 82 റേഞ്ചിലൊക്കെ, ഇവിടെ 83 റേഞ്ച്. അതിന് താഴെ പോകുമ്പോഴാണ് നമ്മൾ എൻട്രി ഇടുക. 83 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പോയി അറ്റ്ലീസ്റ്റ് ഒരു 1-2 രൂപയുടെ ഡിഫറൻസിൽ ഇവിടെ എൻട്രി ചെയ്യണം. അതല്ല 470 പോകുമ്പോൾ 470 പോയിട്ട് എൻട്രി എടുക്കരുത്. നമ്മളിവിടെ 482 അല്ല 83 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഒരു 10-20 മിനിറ്റ് കൊണ്ട് അത് 430 വരെ വന്നു. 50 രൂപ വൺ സൈഡ് താഴെ പോയ ഷെയർ. പിന്നെ ആ റേഞ്ചിൽ തന്നെ ആവറേജ് അല്ല ഒരു പ്രാവശ്യം വന്ന് തിരിച്ചിറങ്ങി, അങ്ങനെ മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഹെവി പ്രോഫിറ്റാണ് ആ ഒരു ഷെയറിൽ കിട്ടുന്നത്. അതുപോലെ DayVit എന്ന് പറയുന്ന ഷെയർ ഇവിടെ ചാർട്ട് നോക്കിയാലറിയാം. ഓപ്പണിങ് ഇവിടെയാണ്, താഴെ ഓപ്പണായി നേരെ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു. അതിനുശേഷം R1 അടുത്ത് വരെ പോയി, ഇവിടം വരെ പോകുന്നുണ്ട്. നമ്മൾ ഇച്ചിരി ഇതുണ്ടല്ലേ, R1 അടുത്ത് വരെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ R1 കട്ട് ചെയ്തില്ല. അപ്പം നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല. നമ്മൾ എൻട്രി എടുക്കുന്ന ഇത് തിരിഞ്ഞ് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഇപ്പം 173 അല്ല 72 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 166, 62, ലാസ്റ്റ് വീണ്ടും കുത്തനെ ഇറങ്ങി 155. പിന്നെ അത് കയറിയിട്ടേ ഇല്ല, ഹൈ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 173 എൻട്രി എടുത്തിട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഹെവി പ്രോഫിറ്റും, അതല്ല ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ 162, 10 രൂപ പ്രോഫിറ്റ് അത്രയും ചെറിയ ഷെയറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ അടുത്തൊരു ഷെയർ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ആൽക്കം എന്ന് പറയുന്ന ഷെയർ. ആൽക്കം ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ് ഇവിടെയാണ് വരുന്നത്. ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ട് ഡൗൺ ഇവിടെ ഓപ്പൺ, നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയില്ല, ഏകദേശം പ്രീവിയസ് ഡേ ഹൈയുടെ R1 പകുതിക്ക് മുകളിൽ വരെ പോയി. നമ്മളന്നേരം ഇവിടെ എൻട്രി ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്നത് ലെവൽ കട്ട് ചെയ്ത് താഴെ ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്തേനെ. R1 പോകുന്നില്ല, ഇതിവിടെ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 3636 റേഞ്ചിലോട്ട് എൻട്രി എടുത്താൽ നമുക്ക് ഇത്രയും വലിയ ഷെയർ അല്ല. അപ്പം 64 എന്ന് പറയുമ്പോൾ ഒരു 1%, ഒരു 3/4% അടുത്ത് സ്റ്റോപ്പ് ലോസ് ഇടണം. പക്ഷേ എങ്കിൽ ആ റേഞ്ചിൽ നോക്കിയാൽ 5635 അല്ലെ 30 റേഞ്ച് ചെയ്യുന്ന 5494, ഏകദേശം 135-140 രൂപ പ്രോഫിറ്റ്, വൺ സൈഡ് പ്രോഫിറ്റാണ് ഇടുന്നത്. പിന്നെ ആവറേജ് വരും തിരിച്ചിറങ്ങും, അങ്ങനത്തെ ട്രേഡാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. CPRൻ്റെ സ്ട്രാറ്റജി വെച്ച് ലെവലുകൾ കണ്ടുപിടിക്കുക, പിന്നെ നമ്മൾ പറയുന്ന രീതി ഷോർട്ട് സെല്ല് ചെയ്യുക. ആ ഷോർട്ട് സെല്ല് ചെയ്യുന്ന രീതികളെ പറ്റിയുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ലൈവ് മാർക്കറ്റ് പ്രാക്ടീസും ചെയ്തതിന് ശേഷം മാത്രമേ നല്ല രീതിയിലുള്ള ഒരു എൻട്രി എടുക്കാവൂ. നമുക്ക് സ്വന്തമായിട്ട് എപ്പോൾ കോൺഫിഡൻസ് കിട്ടുന്ന ആ സമയത്ത് എൻട്രി എടുക്കാവൂ. നമ്മളിപ്പോൾ എൻട്രി എടുത്തിട്ട് ഇപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. പലരുടെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് വീഡിയോയുടെ അവിടെ ഇവിടെയൊക്കെ കാണും, ഫുള്ളായിട്ട് ഇന്ന് കാണാനുള്ള ഒരു ക്ഷമയില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഇതാണെങ്കിൽ പോലും, എൻ്റെ ഇതിലാണെങ്കിലും വേറെ ആൾക്കാരുടെ സ്ട്രാറ്റജികളാണെങ്കിലും അത് ഏതാണെങ്കിലും നിങ്ങൾ ഫുള്ളിരുന്ന് കാണുക. ഫുള്ള് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. അതല്ല ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ട് നമുക്ക് കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ രീതി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ആ ഒരു സ്ട്രാറ്റജിയുടെ വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചെറിയ ക്വാണ്ടിറ്റി പ്രാക്ടീസ് ചെയ്ത കോൺഫിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതാണ് തിങ്കളാഴ്ചത്തേന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകൾ. ഇതിനകത്ത് നമ്മൾ 11 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 11 ഷെയർ നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകൾ ഒരു 3-4 ഷെയറെങ്കിലും നല്ല രീതിയിൽ ചാൻസ് കിട്ടും. ഇതിനകത്ത് ഈ ആദ്യത്തെ 3 ഷെയറുകളും വന്നിട്ട് 20% അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഷെയർസിനകത്ത്
നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഈ R1 R2 റേഞ്ച് ഓപ്പണിങ്ങിൽ തന്നെ ഹെവി മൂവ്മെൻറ്റ് കിട്ടി ഈ രണ്ട് R2 ലെവൽ വരെയും പോകാൻ ചാൻസ് ഉണ്ട്. 20% അടിക്കുന്ന ഷെയറുകൾ ഓപ്പണിങ് ഹെവി മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ്. അങ്ങനെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് R2 നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ചാൻസ് കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു ഹെവി മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് പോയി നല്ല രീതിയിൽ ക്വാണ്ടിറ്റി അടിക്കുകയൊന്നും ചെയ്യരുത്. ഫസ്റ്റ് എൻട്രിയിൽ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുക, സെക്കൻഡ് എൻട്രി പിന്നെ നമുക്ക് കിട്ടുമ്പോൾ നോക്കാം. ആ സമയത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ കൺഫേം ട്രെൻഡിൽ കിട്ടുവാണെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ആദ്യത്തെ ഈ 3 ഷെയറും ശ്രദ്ധിക്കുക. അത് 3ഉം R1 R2 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറാണ്. പിന്നെ ഈ ആക്സിസ് കേഡ് എന്ന് പറയുന്ന ഷെയർ ക്ലോസിങ് 509 അപ്പോൾ ഈ ഷെയറിനകത്തും 518 R1 റേഞ്ചിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ മാത്രം ചാൻസ് എടുക്കുക. അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ എടുക്കാം, പക്ഷേ പെട്ടെന്ന് നമ്മൾ കവർ ചെയ്യണം. താൽബ്രോ ഓട്ടോ പ്രീവിയസ് ഡേ ഹൈയും R1 അടിക്കുക. R1 കിട്ടിയാൽ നല്ലത്. അതല്ല ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. R1 അടിച്ചിട്ട് ഈ ഹൈയുടെയും താഴെ പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഈ DCM ശ്രീരാമിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനകത്ത് പക്ഷെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം എത്ര %, 10%. ഓക്കെ, അപ്പോൾ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. നമുക്ക് ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു. അപ്പോൾ സ്റ്റെർലിംഗ് ടൂൾസ് ഇത് R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത. ഓപ്പണിങ്ങിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതല്ല ഓപ്പണിങ്ങിൽ ഇതൊരു 600 പോയിട്ട് 600 ഇപ്പോൾ ഒരു 603 604 പോയിട്ട് 600 താഴോട്ട് കട്ട് ചെയ്യുമ്പോൾ ആ 4 രൂപയുടെ റിസ്ക് എടുത്ത് ചെയ്യേണ്ടവർക്ക് അവിടെ എൻട്രി എടുക്കാം, ഈ ലെവലുകളൊന്നും നോക്കാതെ. പോളിസി ബസാറിനകത്തും ഇത് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല R1 പോയി കിട്ടുന്നുണ്ടെന്നല്ല, R1 പോയിട്ട് കുറച്ച് R1ൻ്റെ റേഞ്ച് പോയാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ R2 റേഞ്ചിൽ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. HFCLനകത്ത് R1 R2 റേഞ്ചിൽ നിന്ന് ചാൻസ് എടുക്കുക. HPL പവറിനകത്ത് R1 R2 കിട്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. എല്ലാം സെല്ലിങ് ചാൻസാണ് ഈ പറയുന്നത്. പിന്നെ ഹൈ അടിച്ചാലും ലോ അടിച്ചാലും എൻട്രി എടുക്കാൻ പറ്റുന്ന ഷെയർസ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയർസ് നോക്കാനുള്ള. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 3 ഷെയറുകൾ ശ്രദ്ധിക്കുക. ഹെവി മൂവ്മെൻറ്റ് ഓപ്പണിങ് കണ്ടിട്ട് ഈ R2 റേഞ്ച് കിട്ടി ഇറങ്ങുന്ന ഷെയറിനകത്താണ് നല്ല ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.